ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന താരമാണ് സെലു കിച്ചൺ വളാപുരം. തൻ്റെ നർമ്മ സംഭാഷണത്തിലൂടെയും അതുപോലെ തന്നെ ചില നർമ്മ രംഗങ്ങളിലൂടെയും തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടി പച്ചയായ ജീവിത രീതിയിലൂടെ പൊതുജനങ്ങളെ കയ്യിലെടുത്ത താരമാണ് സെലു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ചില നർമ്മ സംഭാഷണങ്ങളും അതുപോലെ തന്നെ ചില നർമ്മ രംഗങ്ങളും നിങ്ങൾക്ക് കാണാം. തീർച്ചയായും ആദ്യമായിട്ട് നമുക്ക് സെലു കിച്ചൺ പറഞ്ഞ ചില വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സെലു കിച്ചൺ പറയുകയാണ്, താൻ ആദ്യം തന്നെ കൂട്ടിലടച്ച ഒരു തത്തയെ പോലെയായിരുന്നു എന്നും ഇപ്പോൾ പരുന്തിനെ പോലെ പാറി നടക്കുകയാണ് എന്നും അതുപോലെ തന്നെ നല്ല കമൻറ്റുകൾ താൻ പരിഗണിക്കാറുണ്ടെന്നും ചീത്ത കമൻറ്റുകൾ താൻ വകവെക്കാറില്ല എന്നും സെലു കിച്ചൺ പറയുകയാണ്. തീർച്ചയായും അത് പുതിയ യൂട്യൂബർമാർക്ക് ഒരു നല്ല ഉത്തേജനം നൽകുന്ന ഒരു വർത്തമാനമാണ്. കാരണം ആദ്യമായി നമുക്ക് സെലു കിച്ചൺ എന്ന് പരിചയം. സാലു കിച്ചൺ വളാപുരം അത് പറയണം. ഓക്കെ, സാലു കിച്ചൺ വളാപുരം, വെൽക്കം ടു ദ ഷോ. ഓക്കെ, ഭയങ്കര ബിസിയാന്ന് കേട്ടു. ഇപ്പൊ നിന്ന് തിരിയാൻ ബിസില്ലായിരിക്കോ? എന്താ ബിസി? വലിയ ആളായ പിന്നെ ബിസി അല്ലായിരിക്കോ? ഓക്കെ, വെക്കാലോ. ഇനി ആ ഇൻട്രോ പറ. ഹായ് ഫ്രണ്ട്സ്, സെലു കിച്ചൺ വളാപുരം. എല്ലാരും സുഖമായിരിക്കും. എൻ്റെ യൂട്യൂബ് കയറിയിട്ട് ചെക്ക് ചെയ്താവും വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കലക്ടർ ഒന്നും മേലെ അതിൻ്റെ മേലെ ഞാൻ വിളിച്ച് എനിക്ക് അവർക്ക് വരണം, ഇതാക്കണം. അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളും നല്ല ഇഷ്ടമായി, നല്ല പോസിറ്റീവ് കമൻറ്റുകൾ. ഇങ്ങനെ ഇന്നെ കുളിർമയേകണ കമൻറ്റുകളാട്ടോ. പക്ഷെ അതിൽ പരാജയപ്പെട്ട നെഗറ്റീവ് ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമുക്ക് അതിന് നേരമില്ല. നമുക്ക് ചിലപ്പം ആരെങ്കിലും വിളിച്ചിട്ടായിട്ടുള്ളൂ നമ്മൾക്ക് ഓരോ കാര്യങ്ങളിലും ഓടിപ്പോയ വീട്ടിലെ ജോലിയും അതിൻ്റെ ഇടയിൽ അതും ചെയ്യുന്നുണ്ട്, എല്ലാതും ഉണ്ട്. അങ്ങോട്ടോടുക വീട്ടിലിരിക്കാൻ സമയമില്ല എന്നപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ യൂട്യൂബിൻ്റെ കാര്യമായിട്ടില്ല കേട്ടോ. എനിക്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ ആദ്യം തട്ടക്കൂട്ടിലിട്ട് അടച്ച ഒരു കിളിയായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ മുർഷിമോ പറയും ഞാനൊരു പരുന്തായി പറക്കാൻ തുടങ്ങി. മുർഷിമോനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ ഓന് എന്ന് വെച്ചാൽ അവൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. ഒരു മാഷാണ്, അറിയാലോ, സാമൂഹിക പ്രവർത്തകയാണ്. ഒരു കുഞ്ഞു മാഷാണ് ഇപ്പോൾ. പക്ഷേ ഓനെ ഞാൻ എന്താഗ്രഹം പറഞ്ഞാൽ, ഞാനൊരു കുഞ്ഞാഗ്രഹം പറഞ്ഞാലും അത് എനിക്ക് വല്ലാത്ത വേദന മനസ്സിൽ വരിക. പക്ഷെ അതൊക്കെ സഹിപ്പിച്ചിരും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ യൂട്യൂബർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ സെലു കിച്ചണിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ടാണ് താൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് 50 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു എന്നും അതിനുശേഷം താൻ ചാനൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നും അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ കാല് പിടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പുതുതായി രണ്ടാമതും ഈ ചാനൽ തുടങ്ങിയതെന്ന് സെലു കിച്ചൺ പറയുന്നുണ്ട്. അപ്പോൾ സെലു കിച്ചൺ പറയുന്നുണ്ട്, താൻ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ്. പറയുന്നു, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് താൻ ഈ ചാനൽ തുടങ്ങിയതെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം താൻ ഓർഫനേജിന് വേണ്ടി കൊടുക്കുമെന്നും സെലു കിച്ചൺ പറയുന്നു. അതാണ് ഈ ചാനൽ തുടങ്ങാനുള്ള ആ സെലു കിച്ചൻ്റെ വികാരം. തീർച്ചയായും അതിനെ നമ്മൾ മാനിക്കുന്നു. അപ്പോൾ സെലു കിച്ചൺ പറയുന്നത്, ചില യൂട്യൂബർമാർ വളരെ മോശമായ രീതിയിലാണ് തന്നെ ചിത്രീകരിക്കുന്നത് എന്നും അതുപോലെ തന്നെ ചില യൂട്യൂബർമാർ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ പൊടി തട്ടിപ്പോകുന്ന ഒരു വിശേഷമുണ്ട് എന്നും അതൊന്നും തനിക്ക് ഇഷ്ടമില്ല എന്നും വളരെ വ്യക്തമായി തുറന്നു പറയാൻ ഈ അവസരം അവർ പ്രയോജനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നല്ല ഒരുപാട് കമൻറ്റുകൾ, മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കമൻറ്റുകൾ കിട്ടുന്നുണ്ട് എന്നും അതുപോലെ തന്നെ മോശം കമൻറ്റുകളൊന്നും താൻ വകവെക്കാറില്ല എന്നും. ഇപ്പോൾ യൂട്യൂബറായി എന്നുള്ള അങ്ങനത്തെ ഇമേജ് കാര്യങ്ങളും ഒരു സാധാരണക്കാരായിട്ടാണ് നമ്മളൊരു പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്നൊരു പങ്ക് നമ്മൾ പിന്നെ എന്താണ് അതിന് കൊടുക്കുക, ഓഫ്നേജ് കൊടുക്കാനാണ് നമ്മളെ തീരുമാനം. അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ളൊരു കുഞ്ഞ് യൂട്യൂബറുടെ ആഗ്രഹം. ആദ്യം ഉണ്ടായതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അത് ഞാൻ നിർത്തി വെച്ചു. എൻ്റെ ഹസ്ബൻഡ് അത് 50 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ യൂട്യൂബ് ഇനിയിപ്പോൾ തുടങ്ങണം, അതാണ് ഒഴിവാക്കിക്കളാണ്. അപ്പം അത് ഞാൻ ഒന്നും ബ്ലോക്കൊന്നും ആക്കാതെ അതവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആയിട്ട് ആ 50 സബ്സ്ക്രൈബേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് അപ്പോൾ അങ്ങനെ അവിടെ മുന്നോട്ട് പോയി. പിന്നെ അയാളെ കാല് പിടിച്ച്, ഹസ്ബൻഡിൻ്റെ കാല് പിടിച്ച്
അപ്പം പറഞ്ഞു ഈ തുടങ്ങിക്കഞ്ഞി എൻ്റെ ഇഷ്ടം ഞാൻ അംഗീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചു. അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ അപ്പം നമുക്കൊരു ഉപകാരമാവും, നമുക്കൊന്ന് ചെയ്താലോ. അപ്പം എനിക്ക് രണ്ടാമത് ആ ഒരു ഇഷ്ടം തോന്നി, ഇപ്പം ഒന്നും കൂടെ ചെയ്താലോ. അപ്പം നമ്മൾ നിർത്തിയോടത്തുനിന്ന് മുന്നോട്ട് വെച്ച കാലി പിന്നോട്ട് വെക്കരുത്, മുന്നോട്ട് തന്നെ നടക്കണം നമ്മൾ. അതാണ് നമ്മളെ രീതി. എല്ലാവർക്കും ഒന്ന് ഫോട്ടോ എടുക്കാനൊന്നും കൊടുക്കില്ല. എൻ്റെ ഹസ്ബൻഡിനെ ഒന്നും ഇഷ്ടമില്ല. ഹസ്ബൻഡ് പോസസീവ് ആണോ, കുശുമ്പാണോ ഹസ്ബൻഡിന്? അല്ലല്ല, അങ്ങനെ എല്ലാവരും മുന്നിലും. അത് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി പൂപ്പരിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പൂപ്പരിക്ക് അതല്ല, അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക, നമ്മളെല്ലാവരെയും കൂടെ എല്ലാവരും മുന്നിൽ എന്താണ് അങ്ങനെ അങ്ങനൊന്നും ഒരാണുങ്ങളും ആഗ്രഹിക്കുക. ചില ആണുങ്ങൾ അങ്ങനെ ഉണ്ടാവും. എൻ്റെ മാപ്പിളക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ അത് അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളാണ്. അപ്പം ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങണം, ഞാനില്ലേ എന്നാ പറഞ്ഞത്. ഓ, നിനക്ക് ഞാനില്ലേന്നല്ലേ? അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ നോക്കാൻ ആളില്ലേ എന്നുള്ളതാണ്. പിന്നെ നമ്മളെ കളിയാക്കിയിട്ട് കുറച്ച് വിഭാഗങ്ങൾ അങ്ങനെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. നമ്മളൊരു ഉപകാരം ചെയ്യും, നമ്മളോട് ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു ഉത്തരവാദിത്തത്തിൽ വീഡിയോ എടുക്കണം. നമുക്കൊരു ഉത്തരവാദിത്തം, നമ്മളിത് വീഡിയോ എടുക്കട്ടെ, തട്ടൊക്കെ ഒന്ന് ശരിക്കിട്. അപ്പം അങ്ങനെ ഒന്നും അവർ പറയില്ല. അവരെ ഇഷ്ടത്തിന് അവരെ കാര്യം കഴിഞ്ഞ് പോകലാണ്. പക്ഷെ നമ്മൾ വടിയായി മാറും ചെയ്യും. അതാണ് ഉപയോഗിക്കുന്നല്ലേ? അല്ല, നമ്മളെ ഒന്നുമില്ലാതെ ഓല കാര്യം കഴിഞ്ഞാൽ മൂട് തട്ടിയാൽ പോകും. അപ്പോൾ തീർച്ചയായും തൻ്റെ ചാനലിന് ആൾക്കാർ കാണാൻ തീരെ ഇല്ല എന്നും റീച്ചില്ല എന്നും പറയുന്ന പുതിയ യൂട്യൂബർമാർക്കിടയിലേക്ക് തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട്, അതും നർമ്മമായ സംഭാഷണത്തിലൂടെയും അതുപോലെ തന്നെ നർമ്മമായ ചില ആക്ഷനിലൂടെയും എല്ലാം കാണികളെ കയ്യിലെടുക്കുന്ന സുലു കിച്ചൺ സൂപ്പറാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് മുന്നേറാനുണ്ട്, ഒരുപാട് മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സുലു കിച്ചൻ്റെ ഒരു വൈറലായ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചു തരാം. കുടമുല്ലച്ചിരിയുള്ള കോയിലിൻ്റെ സ്വരമുള്ള പുതു മണവാട്ടിൻ്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരൻ ഇതൈതവാരുന്നേ പെണ്ണേ, ഇതൈതവാരുന്നേ പെണ്ണേ. തീർച്ചയായും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതോടുകൂടി സുലു കിച്ചൻ്റെ കൊമ്പക്കാട് കോയാനെ ഒരു മോണാക്ട് കൂടി അവതരിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. എന്താ കുഞ്ഞപ്പോ കണ്ണാടി വെച്ചിട്ടുള്ള കൊമ്പങ്ങാട് കോയാണ് ഞാൻ കൊമ്പങ്ങാട് കോയ. കുഞ്ഞാപ്പോ ഇവിടെ വന്നാ എന്താ പച്ചിയേ? നീ എന്താണ് അവിടെ കാണിക്കുന്നത്? ശരി.